എത്ര ഘട്ടങ്ങളുണ്ട് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ? പ്രഗ്നൻസിയെ നമ്മൾ പൊതുവെ 3ആയിട്ടാണ് പറയുന്നത്. ആദ്യത്തെ ഫസ്റ്റ് ട്രൈമസ്റ്റർ, പിന്നെ സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അതിനു മുമ്പുള്ള മാസക്കുളി എന്ന് വന്നോ അതിൻ്റെ 1ാമത്തെ ദിവസം തുടങ്ങി 14 ആഴ്ചയാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 3-3.5 മാസം. പിന്നെ അടുത്തുള്ളത് 28 ആഴ്ച വരെ നമ്മളുടെ 7ാം മാസം വരെയുള്ളത് 2ാമത്തെ ട്രൈമസ്റ്ററാണ്. അത് കഴിഞ്ഞ് പ്രസവത്തിൻ്റെ ഡേറ്റ് വരെയുള്ളതാണ് നമ്മൾ 3ാമത്തെ ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെയൊരു തരംതിരിച്ച് എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അത് ഈ 3 സമയത്തും കുഞ്ഞിന് വരുന്ന ഗർഭാശയത്തിനകത്ത് കിടക്കുന്ന കുഞ്ഞിനും അമ്മയ്ക്കും വരുന്ന വ്യത്യാസങ്ങൾ പലതാണ്. ഇപ്പോൾ ആദ്യത്തെ 3 മാസം എന്ന് പറയുന്നത് നമ്മൾ അണ്ടവും ബീജവും ചേർന്ന് ഒരു കുഞ്ഞായി, ഒരു എംബ്രിയോ ആയി, അത് ഗർഭപാത്രത്തിലെത്തി അവിടെയുള്ള വളർച്ചയാണ്. അപ്പോൾ ആ വളർച്ചയുടെ സമയത്ത് ഈ 14 ആഴ്ച കൊണ്ട് തന്നെ നമുക്കൊരു വലിയ ആൾക്ക്, ഒരു വളർന്ന ഒരാൾക്ക്, ഒരു അഡൽറ്റിന്, പ്രായപൂർത്തിയായ ഒരാൾക്കുണ്ടാകുന്ന എല്ലാ അവയവങ്ങളും ആ ചെറിയ കുഞ്ഞിന് ഉണ്ടാവും. അതായത് കുഞ്ഞിൻ്റെ അവയവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഈ ആദ്യത്തെ 3.5 മാസം എന്ന് പറയുമ്പോൾ. 2ാമത്തെ ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ, അതായത് നമ്മളുടെ ഈ 3.5 മാസം തുടങ്ങി 7 മാസം വരെയുള്ള സമയത്ത് ആ ഉണ്ടായ ആ അവയവങ്ങളുടെയൊക്കെ ഒരു മെച്യൂരിറ്റിയാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. 3ാമത്തെ മാസം, 3ാമത്തെ ട്രൈമസ്റ്റർ ആകുമ്പോഴത്തേക്ക് കുഞ്ഞിന് വെയിറ്റ് വെച്ച് തുടങ്ങും. പിന്നെ അനക്കം 8ാമത്തെ ആഴ്ച തുടങ്ങും. എന്നാലും അമ്മയ്ക്ക് നന്നായിട്ട് ഈ 2ാമത്തെ ട്രൈമസ്റ്ററിലും 3ാമത്തെ ട്രൈമസ്റ്ററും ഒക്കെ ആകുമ്പോഴത്തേക്കും അമ്മയ്ക്ക് അനക്കം നന്നായിട്ട് അറിഞ്ഞു തുടങ്ങും.